Good afternoon. Good afternoon. Good afternoon, ma'am. അപർണ മാത്രാണോ ഉള്ളൂ ഇന്ന്? ഒരു 2 മിനിറ്റ് കൂടി നോക്കാം അല്ലെ? 5 വരെ നോക്കാം. ആരെങ്കിലും കയറും കൂടി നോക്കിയിട്ട് നമുക്ക് തുടങ്ങാം. ഒന്ന് വായിച്ചു നോക്കിയോ കേട്ടോ. അപ്പൊ നമ്മളിതില് ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ 3 പറഞ്ഞായിരുന്നു. ഫസ്റ്റത്തെ 3 പറഞ്ഞു. ജസ്റ്റ് ഒന്ന് നോക്കി. മാം ഇതിന്റെ PDF ഫയൽ കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടിയിട്ടില്ല അല്ലെ? ജസ്റ്റ് ഒരു മിനിറ്റ്. നിങ്ങൾ ഒന്ന് വായിച്ചു നോക്ക്, ഞാനൊന്ന് പറയാം. ഓക്കെ, ഇന്ന് തന്നെ അയക്കുമായിരിക്കും. ഞാൻ ഇവിടെ ടെക്നിക്കലിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് അവർ അയച്ചു തരും കേട്ടോ. ജസ്റ്റ് ഞാനിപ്പോ ഓക്കെ. ഓക്കെ, നമ്മളപ്പോ ബ്ലഡ് ബാങ്കിന്റെ എന്താണ് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞു. എന്താ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന? ബ്ലഡ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞത്. പിന്നെ ഫങ്ഷൻസ്, ബ്ലഡ് ബാങ്കിന്റെ കീഴിൽ വരുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ലൈക് ഫങ്ഷൻസ് പോയിന്റ് പറഞ്ഞു. പിന്നെ അടുത്ത് നമ്മൾ ലൊക്കേഷനാ പറഞ്ഞത്. ലൊക്കേഷൻ 3 പറഞ്ഞായിരുന്നു. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ലൊക്കേഷൻ ബ്ലഡ് ബാങ്ക് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം? എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. പിന്നെ വിസിബിലിറ്റി ആയിരിക്കണം. അല്ലെ, പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതായിരിക്കണം. പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനോടൊക്കെ ചേർന്നായിരിക്കണം അല്ലെ. പെട്ടെന്ന് സർജറി ഒക്കെ നടത്തുമ്പോൾ ബ്ലഡ് ആവശ്യം വരികയാണെങ്കിൽ ബ്ലഡ് പെട്ടെന്ന് എത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനോടൊക്കെ അടുത്തായിരിക്കണം, ചേർന്നായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് 4th പോയിന്റ്. It will have distinct entry and exit with the wide corridors and waiting space in curtail traffic congestion. Curtail എന്ന് പറഞ്ഞ എന്താ? CURTIL, reduce എന്നുള്ള മീനിങ് ആട്ടോ. ചുരുക്കുക, കുറയ്ക്കുക. ഇപ്പൊ എന്ത് വേണമെന്നാ പറഞ്ഞേക്കുന്നത്? ഇറ്റ് വിൽ ഹാവ് എ ഡിസ്റ്റിങ്ക്ട് എൻട്രി ആൻഡ് എക്സിറ്റ്. ഒരു സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും വേണം. ബ്ലഡ് ബാങ്കിലേക്ക് പോകാനുള്ള ഒരു സെപ്പറേറ്റ് എൻട്രി വേണം. അതുപോലെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു എക്സിറ്റും വേണം. സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് വിത്ത് വൈഡ് കോറിഡോർസ്, നല്ല വീതിയുള്ള കോറിഡോർസ് വേണം. ആൻഡ് വെയിറ്റിംഗ് സ്പേസ് ഇൻ കർട്ടൈൽ ട്രാഫിക് കൺജങ്ഷൻ. ആ ട്രാഫിക്, അപ്പൊ ആൾക്കാർക്കുടെ തിക്കും തിരക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ബ്ലഡ് ബാങ്കിന്റെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നവരൊക്കെ ഉണ്ടാവും, ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തവരെ, അങ്ങനെയൊക്കെ കുറെ ആളുകൾ ഉണ്ടാവും അവിടെ വെയിറ്റ് ചെയ്യാൻ. അപ്പൊ അവർക്കൊക്കെ ഇരിക്കാൻ പാകത്തിന് ആവശ്യത്തിലുള്ള വെയിറ്റിംഗ് സ്പേസ് വേണം. പിന്നെ അതുപോലെ തന്നെ വൈഡ് കോറിഡോർസ്, നല്ല വീതിയുള്ള കോറിഡോർസ് വേണം. സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും വേണം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാഫിക് കൺജങ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, തിക്കും തിരക്കും ഒക്കെ ആവാതിരിക്കാൻ. ഇപ്പൊ ചെറിയ അങ്ങോട്ട് പോകുന്ന സ്പേസ് ഒക്കെ, വെയിറ്റിംഗ് സ്പേസ് ഒക്കെ ചെറുതാണെങ്കിൽ എല്ലാവർക്കും വന്നിരിക്കാനൊന്നും പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് നല്ല വെയിറ്റിംഗ് സ്പേസും നല്ല വൈഡ് വീതിയുള്ള കോറിഡോർസും ഈ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാകും, തിക്കും തിരക്കും ഒക്കെ ആവും. അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം എൻട്രിയും എക്സിറ്റും വേണം. പിന്നെ വൈഡ് കോറിഡോർസ് ആൻഡ് വെയിറ്റിംഗ് സ്പേസ് ഇൻ കർട്ടൈൽ ട്രാഫിക് കൺജക്ഷൻ, ട്രാഫിക് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്
വെയിറ്റിംഗ് സ്പേസ് വേണം, വൈഡ് കോറിഡോഴ്സ് വേണം, പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം എൻട്രിയും എക്സിറ്റും വേണം. ഓക്കെ, it must be a spacious through with a minimum public entry so that there is no inference the work of the lab technician. It must be a spacious എന്ന് പറഞ്ഞാൽ എന്താ, വിശാലമായതായിരിക്കണം. ത്രൂ വിത്ത് മിനിമം പബ്ലിക് എൻട്രി കുറച്ച് വിശാലമായ സ്ഥലമായിരിക്കണം. അതായത് പബ്ലിക്കിന് എല്ലാവർക്കും എപ്പോഴും നിൽക്കാവുന്ന രീതിയിൽ അവരുടെ അത്യാവശ്യക്കാർക്ക് മാത്രം, ഇപ്പൊ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നവര്, ബ്ലഡ് ആവശ്യമായിട്ട് വരുന്നവര്, ടെസ്റ്റ് ചെയ്യാൻ വന്ന അങ്ങനെയുള്ള അവിടെ ഇതുമായിട്ട് ലാബൊക്കെ അതിനോട് ചേർന്ന് തന്നെയായിരിക്കുമല്ലോ. അപ്പൊ അവിടെയൊക്കെ അവിടെയൊക്കെ വെയിറ്റ് ചെയ്യുന്നവർക്ക് ഒക്കെ അങ്ങനെ ആ ഒരു എന്താ പറയാ, ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നവർക്ക് മാത്രം അത്രയും എൻട്രി മതിയില്ല അങ്ങോട്ട്. അപ്പൊ നമ്മുടെ പബ്ലിക് എൻട്രി കുറയ്ക്കണം, എല്ലാവർക്കും അതിൽ കൂടെ എൻട്രി ചെയ്യുന്നതൊക്കെ കുറച്ച് മിനിമം പബ്ലിക് എൻട്രി വേണം. അതുപോലെ മസ്റ്റ് ബി സ്പേഷ്യസ്, വിശാലമായിട്ടിരിക്കണം. So that എന്തിനു വേണ്ടിയിട്ടാ, there is no influence the work of the lab technician. ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ. അപ്പൊ അവിടെ ലാബിലൊക്കെ ആണെങ്കിൽ ടെക്നീഷ്യൻസ്മാരുണ്ടായിരുന്നു. അപ്പൊ അവർ ജോലി ചെയ്യുമ്പോൾ ഈ തിക്കും തിരക്കും എല്ലാ ആളുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. അതുപോലെ എല്ലാവരും ഓരോ ആവശ്യത്തിനും അങ്ങോട്ടൊക്കെ വരികയൊക്കെ ചെയ്യുമ്പോൾ അവർക്കിടെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ വിശാലമായതും പിന്നെ അതുപോലെ പബ്ലിക് എൻട്രി കുറച്ചുള്ള സ്ഥലമായിരിക്കണം ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി എ സ്പേഷ്യസ്, വിശാലമായിട്ട് ഇരിക്കണം. എന്താ, കുറച്ച് സ്പേസ് കൂടുതൽ വേണം. അതാണ് സ്പേഷ്യസ് ത്രൂ വിച്ച് മിനിമം പബ്ലിക് എൻട്രി കുറയ്ക്കണം. സോ ദാറ്റ് എന്തിനു വേണ്ടിയിട്ടാ, there is no inference the work of the lab technician. ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറച്ച് വിശാലമായിട്ടുള്ള സ്ഥലമായിരിക്കണം. മനസ്സിലായോ രണ്ട് പോയിന്റ്? ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ഓർഗാനോഗ്രാം. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വേർഡ്, ഓർഗാനോഗ്രാം എന്ന്? ഇത് ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റ്സ് തമ്മില്, അവിടുത്തെ സ്റ്റാഫുകൾക്ക് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു സ്ട്രക്ചറൽ ഡയഗ്രാം ആണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഒരു ഉള്ളിലുള്ള ആളുകൾ തമ്മിലോ അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറൽ ഡയഗ്രാം ആണ് ഈ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഹെഡിങ് ഒന്ന് കൊടുത്തേ, ഓർഗാനോഗ്രാം. ഒരു സെന്റൻസ് ഒന്ന് എഴുതാട്ടോ, എന്താണ് ഓർഗാനോഗ്രാം എന്ന്. പിന്നെ ഓർഗാനോഗ്രാം എന്താണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. ഓർഗാനോഗ്രാം ഹെഡിങ് കൊടുത്തോ? ഓർഗാനോഗ്രാം. A diagram that shows the structure of an organization. The structure of an organization. ആ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ കാണിക്കുന്ന ഒരു ഡയഗ്രാം. Structure of an organization and relationship between different people, the different people, department and jobs at different levels within that organization. A diagram that shows the structure of an organization
and relationship between the different people, department and jobs at the different levels within that organization. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഈ പല ആളുകള് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകള് അവരുടെ വർക്കുകള് ഒക്കെ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു സ്ട്രക്ചറൽ ഡയഗ്രാം ആണ് ഈ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ആ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ കാണിക്കുന്ന ഡയഗ്രാം ആണ്. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള പല ആളുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള പല ജോബുകൾ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഡയഗ്രാം, സ്ട്രക്ചറൽ ഡയഗ്രാം ആണ് ഓർഗാനോഗ്രാം. ഓക്കെ, ഇനി ഇവിടെ ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കുക. ജസ്റ്റ് നിങ്ങളൊന്ന് ഇപ്പൊ തന്നെ അത് നോട്ടിലേക്ക് ഇത്രയും ഭംഗിയിലൊന്നും വരയ്ക്കണ്ട, ജസ്റ്റ് ആരോ മാർക്ക് ഇട്ട് തന്നെ കൊടുത്താൽ മതി. ഏറ്റവും ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ഹെഡിലായിട്ട് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് മെഡിക്കൽ ഡയറക്ടർ ആണ്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് മെഡിക്കൽ ഡയറക്ടർ. അപ്പൊ ഹു ഇസ് ദ ഹെഡ് ഓഫ് ദ ബ്ലഡ് ബാങ്ക്? ആരാ ഹെഡ്? ബ്ലഡ് ബാങ്കിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ആരാ? മെഡിക്കൽ ഡയറക്ടർ. മെഡിക്കൽ ഡയറക്ടർ ആയിരിക്കും. അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നതാണ് HOD. HOD എന്ന് പറഞ്ഞ എന്താ ഫുൾ ഫോം എന്താ? HOD ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതിന്റെ കീഴിലാണ്, മെഡിക്കൽ ഡയറക്ടറിന്റെ കീഴിൽ വരുന്നത് HOD ആണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇവിടെ ചോദിക്കാം, ഹൂ കംസ് അണ്ടർ മെഡിക്കൽ ഡയറക്ടർ? അപ്പൊ ഈ സ്ട്രക്ചർ ഇതുപോലെ പഠിച്ചു വെക്കണം കേട്ടോ. ഇപ്പൊ ആരും വരയ്ക്കണ്ട, ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ടൈം തരാം എഴുതാനുള്ളത്, അപ്പോ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ചോദിക്കാം, ഹൂ കംസ് അണ്ടർ മെഡിക്കൽ ഡയറക്ടർ? ഹൂ ആരാണ് വരുന്നത്? HOD. അവിടെ ചോദിക്കാം, HOD വരാം, ക്വാളിറ്റി മാനേജർ, ടെക്നിക്കൽ സൂപ്പർവൈസർ, ടെക്നീഷ്യൻ എന്നൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ മെഡിക്കൽ ഡയറക്ടറിന്റെ തൊട്ട് താഴെ വരുന്നത് HOD ആണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഇനി നോക്കിയേ, നെക്സ്റ്റ് വരുന്നത് ഈ HODയുടെ കീഴിൽ വരുന്നതാണ് ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അതാരായിരിക്കും? ക്വാളിറ്റി മാനേജർ ആയിരിക്കും. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജർ ആയിരിക്കും. അത് ക്വാളിറ്റി മാനേജർ. ഇനി നെക്സ്റ്റ് നോക്കിയ രണ്ട് സൈഡിലേക്കും ഉണ്ട്. അപ്പൊ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ഒരു ഭാഗം അതിന്റെ കീഴിൽ ടെക്നിക്കൽ സൂപ്പർവൈസർ വരും. ടെക്നിക്കൽ സൂപ്പർവൈസർ. ഈ ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ ക്ലർക്കുകൾ വരും, നേഴ്സസ് വരും, PRO വരും. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ ക്ലർക്ക്, നേഴ്സസ്, PRO ഒക്കെ ഈ ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നതാണ്. ഇനി നോക്കിയേ, ഇപ്പൊ നോക്കിയേ, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ നെക്സ്റ്റ് ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് BTO ആണ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ വരും. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ കീഴില് നെക്സ്റ്റ് വരുന്നത് BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. HOD ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, പിന്നെ ടെക്നീഷ്യന്മാര് വരും. പിന്നെ അടുത്തത് അതിന്റെ കീഴില് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. അപ്പൊ ടെക്നീഷ്യന്റെ കീഴില് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ഈ സ്ട്രക്ചർ ഒന്ന് പഠിക്കാം. PROന്റെ ഫുൾ ഫോം എന്താ? PRO എന്ന് പറയുന്ന PRO ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഒരു റൂമില്ലേ PRO എന്ന് എഴുതിയിട്ട്? പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെ? PRO പബ്ലിക് റിലേഷൻ ഓഫീസർ. അപ്പൊ ക്ലർക്ക്, നേഴ്സസ്, PRO ഇതൊക്കെ ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് വേറെ ഒന്നും പഠിക്കാനില്ല. ഇതിനകത്ത് ഈ ഓർഗാനോഗ്രാം കറക്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ ഓരോന്നിനും കീഴിൽ വരുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. പിന്നെ ആ രണ്ട് മൂന്ന് HODയുടെ എക്സ്പാൻഡഡ് ഫോം, BTOന്റെ എക്സ്പാൻഡഡ് ഫോം, PRO പബ്ലിക് റിലേഷൻ ഓഫീസർ, അതും കൂടി ഒന്ന് നോക്കി വെക്കുക. അപ്പൊ ജസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് നോട്ട് വന്നിട്ടില്ലല്ലോ, PDF വന്നിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തേ. വരയ്ക്കാന്ന് പറഞ്ഞാൽ എന്താ ബോക്സിലാക്കി ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മതി. മെഡിക്കൽ ഡയറക്ടർ, താഴേക്ക് ഒരു ആരോ ഇട്ടിട്ട് HOD, അതിന്റെ താഴെ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് എന്ന് പറയുന്ന ആള് ക്വാളിറ്റി മാനേജർ ആയിരിക്കും. നെക്സ്റ്റ് അവിടെ രണ്ട് സൈഡിലേക്ക് ബ്രാഞ്ച് കൊടുത്തിട്ട് ഒരു സൈഡില് ടെക്നിക്കൽ സൂപ്പർവൈസർ, പിന്നെ അതിന്റെ കീഴില് ക്ലർക്കുകള്, നേഴ്സുകള്, PRO, അപ്പുറത്ത് BTO, അടുത്ത് അതിന്റെ കീഴില് ടെക്നീഷ്യന്മാര് വരും, പിന്നെ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. വേഗം ഒന്ന്
എഴുതിയെടുത്തോ കേട്ടോ. കഴിഞ്ഞോ? കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഓർഗാനോഗ്രാം പറഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്. എന്തൊക്കെ ടെസ്റ്റുകളാണ് ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്നത് നോക്കിയേ. A certain set of preliminary tests are done in the lab when the blood is donated. നമ്മൾ ഒരു പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു പ്രിലിമിനറി ടെസ്റ്റുകൾ ചെയ്യും. അത് ഏതൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞില്ലേ, പ്രീ ഡൊണേഷൻ ചെക്കപ്പ് എന്ന് പറഞ്ഞില്ലേ. ബോഡി അദ്ദേഹത്തിന് ബ്ലഡ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ബോഡി ഫിറ്റ് ആണോ, അത്രയും ബ്ലഡ് ഉണ്ടോ, ഹെൽത്തി ആണോ, ഏജ് പറഞ്ഞു അല്ലെ. ഏജ് നമ്മൾ പറഞ്ഞില്ലേ, ഏതായിരുന്നു ഏജ് ഒക്കെ പറഞ്ഞത്? ഏജ് പറഞ്ഞു, അതിന്റെ വെയിറ്റ് 45 kg മുകളിലായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളത് 80 to 65 ഏജിന് ഇടയിലുള്ളവർക്കാണ് ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ചില പ്രിലിമിനറി ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും. അദ്ദേഹത്തിന്റെ ചെക്കപ്പ് ഫിറ്റ് ആണോ, ആവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടോ, ഫിസിക്കലി മെന്റലി അയാൾ സ്ട്രോങ് ആണോ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തും. ബട്ട് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ദ ഫോളോയിങ്. പക്ഷെ ഈ താഴെ തന്നിരിക്കുന്ന ടെസ്റ്റുകൾക്കും റെസ്ട്രിക്ഷൻ ഇല്ല, നിയന്ത്രണമില്ല. അപ്പൊ എന്താ, ഈ ടെസ്റ്റുകളും കൂടി വേണം. അപ്പൊ ബ്ലഡ് ബാങ്കിൽ നമ്മൾ പ്രിലിമിനറി ടെസ്റ്റുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ താഴെ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റുകൾക്ക് ലിമിറ്റേഷൻ ഇല്ല. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ എന്ത് നോക്കണം, ഈ ടെസ്റ്റും കൂടി ചെയ്യണം. അത് ഏതൊക്കെയാണെന്ന് ഇവിടെ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ABO ഗ്രൂപ്പ് ബ്ലഡ് ടൈപ്പ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ടെസ്റ്റ് ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കും അല്ലേ. ഗ്രൂപ്പ് നോക്കൂലേ? ഗ്രൂപ്പ് നോക്കിയിട്ടാണ്, ഏത് ഗ്രൂപ്പ് ആണെന്ന് നോക്കിയിട്ടാണ് അവര് ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ എല്ലാ ഗ്രൂപ്പുകാർക്കും എല്ലാ ബ്ലഡും കൊടുക്കാനും സ്വീകരിക്കാനും ഒന്നും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ ഗ്രൂപ്പ് നോക്കും. അപ്പൊ ഇവിടെ നമ്മൾ ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്ന ടെസ്റ്റുകളാണ് കേട്ടോ, പ്രിലിമിനറി ടെസ്റ്റുകൾ. നമ്മൾ പറഞ്ഞ ബോഡി ഫിറ്റ് ആണോ, സ്ട്രോങ് ആണോ, ആവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടോ, മെന്റലി ഫിസിക്കലി അവർ സ്ട്രോങ് ആണോ എന്നുള്ളതും, പിന്നെ എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടോ, ഏജ് നോക്കും, പിന്നെ അത് വെയിറ്റ് നോക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള പ്രിലിമിനറി ടെസ്റ്റുകളോടൊപ്പം തന്നെ ഈ ടെസ്റ്റും കൂടി ചെയ്യണം. അതിന് ഫസ്റ്റ് വരുന്നതാണ് ABO ഗ്രൂപ്പ് ബ്ലഡ് ടൈപ്പ്. എത്ര ഗ്രൂപ്പ് ഉണ്ട് ബ്ലഡ് ഗ്രൂപ്പ്? എത്ര ഗ്രൂപ്പ് ഉണ്ട് ബ്ലഡ് ഗ്രൂപ്പ്? എത്ര ഗ്രൂപ്പ് ഉണ്ട്? 12 ആണ്. ആ 12 അത് ഏതൊക്കെയാണ്? ഏതാ? പോസിറ്റീവ് നെഗറ്റീവ്? ഓക്കെ ഓക്കെ. നമ്മള് ഗ്രൂപ്പ് പറയുമ്പോ മെയിൻ ആയിട്ട് സാധാരണ നമ്മള് 4 ഗ്രൂപ്പ് ഉള്ളത്. അപ്പൊ അതിനകത്ത് A ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പാ. നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ പറയുന്നില്ല. ഗ്രൂപ്പ് പറയുമ്പോൾ 4 ഗ്രൂപ്പാണുള്ളത്. A ഗ്രൂപ്പ്, B, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്. പിന്നെ വളരെ അപൂർവങ്ങളില് ലക്ഷങ്ങളില് കോടികളിലൊക്കെ ഉള്ള ഒരാൾക്ക്, ലക്ഷങ്ങളിലൊക്കെ ഒരാൾക്ക് ഉണ്ടാക്കുന്ന ഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ ബോംബെ ഗ്രൂപ്പ്?
PSCക്കൊക്കെ പഠിക്കാനുണ്ട്. ഏറ്റവും അപൂർവം ആളുകളിൽ കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ബോംബെ ഗ്രൂപ്പ്. അങ്ങനെ ഒരു 5 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ് നമുക്കുള്ളത്. A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്. എന്താ ബ്ലഡ് എന്ന് പറയുന്നത്? അത് ആദ്യം ചോദിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഗ്രൂപ്പുകളിലേക്ക് വരാം. ബ്ലഡ് എന്താ? ബ്ലഡ് എന്താ? ബ്ലഡ് സെൽസ്, പ്ലാസ്മ ഇതൊക്കെ അടങ്ങിയ ഒരു ദ്രാവക സംയോജക കലയാണ് ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് പ്ലാസ്മ ഉണ്ടാവും, ബ്ലഡ് സെൽസ് ഉണ്ടാവും. ഇന്നലെ പറഞ്ഞില്ലേ കമ്പോണൻസ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ എന്നിവയൊക്കെ ഉള്ള ഒരു ദ്രാവക സംയോജക കലയാണ് ബ്ലഡ് എന്ന് പറയുന്നത്. അല്ലെ? ഒഴുകിയിരിക്കുന്നതല്ലേ ദ്രാവകമായിട്ട്? ഒഴുകിയിരിക്കുന്ന ലിക്വിഡ് ആയിട്ടിരിക്കുന്നതല്ല ബ്ലഡ്. അപ്പൊ അതിനകത്തുള്ളതാണ് ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലാസ്മ. ബ്ലഡ് സെൽസ്, പ്ലാസ്മ എന്നിവയൊക്കെയുള്ള ഒരു ദ്രാവക സംയോജക കലയാണ് ബ്ലഡ് എന്ന് പറയുന്നത്. ബ്ലഡിനെ കുറിച്ചുള്ള പഠനം എന്താ അറിയപ്പെടുന്നതെന്ന് അറിയോ? സ്റ്റഡി ഓഫ് ബ്ലഡ്, ഹെമറ്റോളജി. നോട്ട് ചെയ്തോ കേട്ടോ. ഹെമറ്റോളജി, HEMATOLOGY, ഹെമറ്റോളജി. ബ്ലഡിനെ കുറിച്ചുള്ള പഠനം, സ്റ്റഡി ഓഫ് ബ്ലഡ് ഈസ് കോൾഡ് ഹെമറ്റോളജി. HEMATOLOGY, ഹെമറ്റോളജി. ഇനി കമ്പോണൻസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ പറയാം. അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോൾ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എല്ലാവർക്കും ഗ്രൂപ്പ് ഒക്കെ അറിയാലോ? ബ്ലഡ് ഗ്രൂപ്പ് അറിയില്ല എല്ലാവർക്കും? അറിയാം അല്ലെ? ഓക്കെ. അപ്പൊ നമ്മള് അതിനകത്ത് ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം 2 ടേംസ് നമുക്ക് പഠിക്കണം. അത് ഫസ്റ്റ് എന്ന് വെച്ചാൽ ആന്റിജൻ. കേട്ടിട്ടുണ്ടോ? ആന്റിജൻ എന്നും ആന്റിബോഡി എന്നും കേട്ടിട്ടുണ്ടോ? ആന്റിജൻ. ആന്റിജൻ എന്താ? ആന്റിജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രചോദിപ്പിക്കുന്ന രാസവസ്തുക്കളെയാണ് ആന്റിജനുകൾ എന്ന് പറയുന്നത്. Antigen is a foreign substance which induces an immune response in the body. ഇപ്പൊ രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രചോദിപ്പിക്കുന്ന രാസവസ്തുക്കളെയാണ് ആന്റിജനുകൾ എന്ന് പറയുന്നത്. ഈ ആന്റിജനുകളുടെ പ്രവർത്തനത്തിന് എതിരായിട്ട് പ്രതികരിക്കുന്നതിന് നിർമ്മിക്കപ്പെടുന്ന മാംസ്യങ്ങളെയാണ് ആന്റിബോഡികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആന്റിജനുകളുടെ പ്രവർത്തനത്തിന് എതിരായിട്ട് നിർമ്മിക്കപ്പെടുന്ന ഈ മാംസ്യങ്ങളെയാണ് ആന്റിബോഡി എന്ന് പറയുന്നത്. ആന്റിബോഡി ഈസ് എ പ്രോട്ടീൻ produced by your immune system to attack and fight off antigen. ആന്റിജനെ എതിരായിട്ട്, ആന്റിജന്റെ പ്രവർത്തനത്തിന് എതിരായിട്ട് നിർമ്മിക്കപ്പെടുന്ന, ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനാണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. 2 ടേംസും നമ്മൾ പഠിക്കണം, ആന്റിജൻ എന്താണെന്നും ആന്റിബോഡി എന്താണെന്നും. ഇനി നമുക്കിവിടെ നോക്കാം നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്. നമ്മൾ ഓരോ ഗ്രൂപ്പും പറയുന്നത് ഈ ആന്റിജൻസിന്റെ പ്രസൻസ് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് പറയുന്നത്, ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ ഓരോ ഗ്രൂപ്പും നമ്മൾ തിരിക്കുന്നത് പ്രസൻസ് ഓഫ് ആന്റിജൻ, ആന്റിജൻസിന്റെ പ്രസൻസ് കൊണ്ടാണ്. അപ്പൊ 2 ആന്റിജനാ നമുക്കുള്ളത്. ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അപ്പൊ ഏതൊക്കെയാ ആന്റിജനുകള്? ആന്റിജൻ ഏതൊക്കെയുണ്ട്? 2 എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. ഇനി നമുക്ക് നോക്കാം ഈ പ്രസൻസ് ഓഫ് ആന്റിജൻ. ഈ ആന്റിജൻസിന്റെ പ്രസൻസ് ആണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ്, ഓരോരുത്തരുടെയും ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനം. അപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ ശരീരത്തില് ആന്റിജൻ എ ഉണ്ടെങ്കിൽ ഏത് ഗ്രൂപ്പ് ആയിരിക്കും? എ ഗ്രൂപ്പ്. ഓക്കെ, ക്ലിയർ ആയോ? ആന്റിജൻ എ ഉണ്ടെങ്കിൽ എ ഗ്രൂപ്പ് ആയിരിക്കും. ഇനി ആന്റിജൻ ബി ആണെങ്കിലോ അപ്പൊ ഏത് ഗ്രൂപ്പാ? ബി ഗ്രൂപ്പ്. ഓക്കെ, ഇനി ആന്റിജൻ എയും ഉണ്ട് ഒരാളുടെ ബ്ലഡില്, ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ടെങ്കിൽ ഏത് ഗ്രൂപ്പ് വരും? അപ്പൊ എ ബി ഗ്രൂപ്പ്. എ ബി ഗ്രൂപ്പുകാർക്കുടെ ബ്ലഡില് ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. ഇനി നോക്കട്ടെ, ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ്, ഒറ്റ ആന്റിജനും ഇല്ല അവർക്കുടെ ബ്ലഡില്, അത് ഏത് ഗ്രൂപ്പ് ആയിരിക്കും? ഓ ഗ്രൂപ്പ്. ക്ലിയർ ആയോ?
നമുക്ക് ടേബിൾ ആയിട്ട് ഞാൻ ഇവിടെ എഴുതിക്കാം നിങ്ങളെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവുകയും ചെയ്യും. ഇതെന്തായാലും ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് തന്നിട്ടില്ല, ഇവിടെ വെറുതെ ABO ഗ്രൂപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നോർമലി നമ്മൾ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കുടെ ഗ്രൂപ്പ് ഏതാണ്, നമുക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, ആരിൽ നിന്നൊക്കെ ബ്ലഡ് വാങ്ങാൻ പറ്റും. ഇത് നോർമല് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നോക്കാം. നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ പറയാനായിട്ട് ആന്റിജൻസിന്റെ പ്രസൻസ് ആണ്, ആന്റിജനുകളുടെ സാന്നിധ്യമാണ് ബ്ലഡ് ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നതിന് അടിസ്ഥാനം. നമുക്ക് 2 ആന്റിജനാ ഉള്ളത്. ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അപ്പൊ ഈ ആന്റിജന്റെ പ്രസൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഏത് ഗ്രൂപ്പാന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇപ്പൊ ആന്റിജൻ എ ഉണ്ടെങ്കിൽ അവര് എ ഗ്രൂപ്പ് ആയിരിക്കും, ആന്റിജൻ ബി ഉണ്ടെങ്കിൽ ബി ഗ്രൂപ്പ് ആയിരിക്കും, ആന്റിജൻ എയും ബിയും ഉണ്ടെങ്കിൽ AB ഗ്രൂപ്പ് ആയിരിക്കും. നോ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് O ഗ്രൂപ്പ്. ഇത്രയും ക്ലിയർ ആയോ? ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? O ഗ്രൂപ്പ്. ആന്റിജൻ എയും ആന്റിജൻ ബിയും ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? AB. ആന്റിജൻ എയുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? A ഗ്രൂപ്പ്. ആന്റിജൻ ബി ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് B ഗ്രൂപ്പ്. ഇത്രയും. അപ്പൊ 4 ഗ്രൂപ്പ് നമുക്ക് കിട്ടി. ഇനി പറഞ്ഞു ലോകത്തിലെ ഏറ്റവും അപൂർവമായിട്ട് എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിനോ ഒക്കെ ഉള്ള ആളുകളിൽ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ബോംബെ ഗ്രൂപ്പ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ അടുത്തൊക്കെ ആർക്കെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഗ്രൂപ്പ്? ഇല്ല അല്ലെ? ഓക്കെ. അങ്ങനെ ഇതിനകത്ത് ഇപ്പൊ 4 ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ. ബ്ലഡ് ഗ്രൂപ്പ് A, B, AB, O 4 ഗ്രൂപ്പ് ക്ലിയർ ആയി. ഇനിയിപ്പൊ നമുക്ക് അതിനകത്ത് നിങ്ങള് ഒരു 5 റോയും 5 കോളായിട്ട് ഒരു ടേബിൾ വരച്ചേ. സ്കെയിലൊന്നും എടുത്ത് വരയ്ക്കണ്ട, വെറുതെ ഒന്ന് റഫായിട്ട് വരച്ചാൽ മതി. അഞ്ച് റോയും 5 കോളോ ആയിട്ട്. അപ്പൊ നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാം ഇത്. കഴിഞ്ഞോ? അച്ഛ കഴിഞ്ഞോ? ഓക്കെ. ഇനി ഇവിടെ എഴുതാം. ഫസ്റ്റ് ഏറ്റവും മുകളിൽ എഴുതാം ഗ്രൂപ്പ് എന്ന് കൊടുക്കാം. ഗ്രൂപ്പ് 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 കോളത്തിൽ കൊടുക്കാം ആന്റിജൻ. ആന്റിജൻ 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 ANTIGEN ആന്റിജൻ. തേർഡ് കോളത്തിൽ കൊടുക്കാം ആന്റിബോഡി. ANTIBODY ആന്റിബോഡി. ഓക്കെ. ഫസ്റ്റ് ഗ്രൂപ്പില് ഫസ്റ്റ് നമ്മൾ കൊടുത്തു ഗ്രൂപ്പ് എന്ന് കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു ആന്റിജൻ കൊടുത്തു, നെക്സ്റ്റ് ആന്റിബോഡി കൊടുത്തു. ഇനി അതിന്റെ അപ്പുറത്ത് കൊടുക്കാം. ഫസ്റ്റ് റോയിലായിട്ട് എഴുതണ്ടേ? നേരെ എഴുതാട്ടാ. ഗ്രൂപ്പ്, ആന്റിജൻ, ആന്റിബോഡി. അടുത്ത് എഴുതാ ഡോണർ. DONORS ഡോണേഴ്സ്. ആർക്കൊക്കെ നമുക്ക് ദാനം ചെയ്യാൻ കൊടുക്കാൻ പറ്റും, ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നവര്, ഡൊണേറ്റ് ചെയ്യുന്നവരെയാണ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. ഡോണേഴ്സ്. നെക്സ്റ്റ് കോളത്തിൽ കൊടുക്കാം റെസിപ്പിയന്റ്. RECIPIENT റെസിപ്പിയന്റ്. RECIPIENT റെസിപ്പിയന്റ്. സ്വീകരിക്കാൻ. ആരിൽ നിന്നൊക്കെ നമുക്ക് ബ്ലഡ് സ്വീകരിക്കാം. ഓക്കെ. ഗ്രൂപ്പ്, ആന്റിജൻ, ആന്റിബോഡി, ഡോണേഴ്സ്,
റെസിപ്പിയന്റ്. ഓക്കെ, ഇത്ര എഴുതിയാ? എഴുതി. ഓക്കെ. അപർണയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ബി പോസിറ്റീവ്. ബി പോസിറ്റീവ് ആണ്. ഓക്കെ. അശ്വിനി ഏതാ? എ ബി പോസിറ്റീവ്. എ ബി പോസിറ്റീവ്. ഓക്കെ. ഫ്രാൻസി ഏതാ? ഓ പോസിറ്റീവ്. ഓ പോസിറ്റീവ്. അപ്പൊ എല്ലാവർക്കും വേറെ വേറെയാണ്. ഇനി ആരാ? ജലജ ബി പോസിറ്റീവ്. ബി പോസിറ്റീവ്. ഓക്കെ, അപ്പൊ അപർണയുടെയും ജലജയുടെയും ബി ആണല്ലേ? അപർണയുടെ ബി പോസിറ്റീവ് എന്നല്ലേ പറഞ്ഞേ? ഓക്കെ ഓക്കെ, അപ്പൊ രണ്ടുപേർക്കണേ. അപ്പൊ എന്റെ ഗ്രൂപ്പ് എ പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മളിത് എഴുതുമ്പോ നിങ്ങൾ നോക്കിയോ കേട്ടോ. നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ഗ്രൂപ്പുകാർ നോക്കാം, നിങ്ങൾക്ക് ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പുകാരുടെ ബ്ലഡ് നമുക്ക് റിസീവ് ചെയ്യാം എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, നമുക്ക് എഴുതാം. ഇനി ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതാ ഗ്രൂപ്പ് എഴുതാ എ എന്ന് എഴുതാം. എ ഗ്രൂപ്പ് എ. അതിന്റെ താഴെ എഴുതുക ബി. 4 ഗ്രൂപ്പ് എഴുതാം അവിടെ. എ ഗ്രൂപ്പിന്റെ താഴെയാണ് കേട്ടോ എഴുതാണ്ടേ. എ എന്ന് എഴുതാ, തൊട്ട് താഴെ എഴുതാ ബി, നെക്സ്റ്റ് എഴുതാ എ ബി ഗ്രൂപ്പ്, നെക്സ്റ്റ് എഴുതാ ഗ്രൂപ്പ്. ആ കോളം ഫിനിഷ് ആയില്ലേ? എ ബി എ ബി ഒ. കഴിഞ്ഞില്ലേ? ഇനി നെക്സ്റ്റ് കോളത്തിലേക്ക് വരികയാണ് നമ്മള്. അവിടെ എന്താ എഴുതിയേക്കണ? ആന്റിജൻ ആണല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു പ്രസൻസ് ഓഫ് ആന്റിജൻ. ആന്റിജൻസിന്റെ പ്രസൻസ് ആണ് നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നതിന് ആധാരം എന്ന് പറഞ്ഞു. അപ്പൊ എ ഗ്രൂപ്പ് ആർക്ക് ഏതായിരിക്കും ആന്റിജൻ? എ. അപ്പൊ എഴുതിക്കോ, എയുടെ ആന്റിജൻ എ. ബി ഗ്രൂപ്പുകാർക്കടെ ആന്റിജൻ ബി. എ ബി കാർക്കടെ ആന്റിജൻ എയും ഉണ്ട് ബിയും ഉണ്ട്. എ പറയാൻ പാടില്ല. ആന്റിജൻ എ കോമ ആന്റിജൻ ബി. ആന്റിജൻ എയും ഉണ്ട് അവർക്ക്, ആന്റിജൻ ബിയും ഉണ്ട്. അതാണ് എ ബി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഒ ഗ്രൂപ്പുകാർക്കോ ആന്റിജൻ ഉണ്ടോ? ഇല്ല. ഇല്ലാത്ത ഗ്രൂപ്പാണ് ഓ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇല്ലാന്ന് എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ ആ കോളം കഴിഞ്ഞില്ലേ? ഇനി നെക്സ്റ്റ് കോളത്തിലേക്ക് വരിക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഗ്രൂപ്പ് ഏതാണോ ആ സെയിം ആന്റിജൻ ആയിരിക്കും. ഇപ്പൊ അപർണയുടെ ബി ആന്ന് പറഞ്ഞു, ജലജയുടെയും ബി ആന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ പറയുന്നില്ല. ഇവിടെ അപർണയുടെ ജലജയുടെയും ബി ആന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അവർക്കുടെ ആന്റിജൻ ഏതായിരിക്കും? ശരീരത്തിലുള്ള ആന്റിജൻ ഏതായിരിക്കും? ബി ആണ് അല്ലെ? അശ്വിനിയുടെ എ ബി ആന്ന് പറഞ്ഞു. അപ്പൊ എയും ഉണ്ട്, ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. ഫ്രാൻസിയുടെ ഓ ആന്ന് പറഞ്ഞു. അപ്പൊ ആന്റിജൻ ഇല്ല. ഫ്രാൻസിക്ക് ആന്റിജൻ ഇല്ല കേട്ടോ. ഓക്കെ, ആന്റിജൻ ഇല്ലാന്ന് വെച്ച് വിഷമിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ അടുത്ത് പറയുമ്പോ കുഴപ്പമില്ല. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് ഓ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതിയത് ഏതാ? ആന്റിബോഡിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ആന്റിജൻ ഏത് ആന്റിജൻ ആണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആന്റിബോഡി. ഒരിക്കലും ആന്റിജനും ആന്റിബോഡിയും സെയിം വരാൻ പാടില്ല. അപ്പൊ അതായത് ഇപ്പൊ ഒന്നാമത്തെ എ ഗ്രൂപ്പുകാർക്കുടെ ആന്റിജൻ എ ആണ്. അപ്പൊ അവർക്കുടെ ആന്റിബോഡി ഏതാവും? നേരെ ഓപ്പോസിറ്റ് ബി ആയിരിക്കും. എയുടെ ആന്റിജൻ എ ആണെങ്കിൽ ആന്റിബോഡി ഏതായിരിക്കും? ബി ആയിരിക്കും. ഓക്കെ, ഇനി നോക്കിയേ, ആന്റിജൻ ബി ആണെങ്കിൽ അവർക്ക് ആന്റിബോഡി ഏതായിരിക്കും? എ. ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ആന്റിജൻ എ ആണെങ്കിൽ അവർക്കുടെ ശരീരത്തില് ആന്റിബോഡി ബി ആയിരിക്കും. ഒരിക്കലും സെയിം ആന്റിജനും സെയിം ആന്റിബോഡിയും വരാൻ പാടില്ല. ആന്റിജൻ എയും ആന്റിബോഡി അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ എപ്പോഴും നോക്കുക, ആന്റിജൻ എ ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആന്റിബോഡി ബി ആയിരിക്കും. ഇനി ആന്റിജൻ ബി ആണെങ്കിൽ ആന്റിബോഡി എ ആയിരിക്കും. ഇനി നോക്കി എ ബി കാർക്ക് അപ്പൊ ആന്റിബോഡി ഏതായിരിക്കും? അവർക്ക് ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അപ്പൊ ആന്റിബോഡി ഉണ്ടോ? ഇല്ല, അവർക്കില്ല. അവിടെ അതിന്റെ നേരെ എഴുതാം ആന്റിബോഡി ഇല്ല. ആന്റിബോഡി ഇല്ല. ഇനി നോക്കാം, ഓ ഗ്രൂപ്പിന് ആന്റിജൻ ഇല്ല അവർക്ക്. അപ്പൊ ആന്റിബോഡിയോ? എയും എയും വരാം ബിയും വരാം. മാറിയാ ഫ്രാൻസിയുടെ വിഷമം മാറിയാ?
അപ്പൊ ആന്റിബോഡി കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ആന്റിബോഡി രണ്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ ആന്റിബോഡി അവിടെ എയും വരാം ബിയും വരാം. ഓക്കെ, ആ കോളം കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് കോളത്തിലേക്ക് വരാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഡോണർ. ഇനി ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? ഇവിടെ ആരും ഡൊണേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ ബ്ലഡ്. അപ്പൊ ഇനി ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് നമുക്ക് കൊടുക്കാന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് നമ്മുടെ ബ്ലഡ് കൊടുക്കാൻ പറ്റും അതിന് ഇവിടെ നമ്മള് എഴുതി വെക്കുക. ഇതിന്റെ താഴെ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഫുള്ള് ആ ടേബിള് ഫുള്ള് ആ കോളം ഫുള്ള് നമുക്ക് ഫില്ല് ചെയ്യാം. നമ്മൾ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുമ്പോൾ എന്റെ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അതാണ് അവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം. എഴുതി വെച്ചോ. നമ്മൾ ഒരാൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതിക്കോട്ടോ. നമ്മൾ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുമ്പോൾ എന്റെ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, നമ്മൾ ഒരാൾക്ക് നമ്മൾ ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ എന്റെ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ഞാൻ പറയാം, എന്റെ എ പോസിറ്റീവ് ആണ്. ഇപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് പറയുന്നില്ല കേട്ടോ. എ ഗ്രൂപ്പ്. അപ്പൊ ഞാൻ എന്റെ നോക്കാം, അത് കഴിഞ്ഞ് അപർണ പറഞ്ഞോളാം കേട്ടോ. നെക്സ്റ്റ് എ പറഞ്ഞു കഴിയുമ്പോൾ അപർണയ്ക്ക് പറയാം. ഇവിടെ നോക്കിയേ, എന്റെ ഗ്രൂപ്പ് എ ആണ്. അപ്പൊ എനിക്ക് ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാൻ വരുന്നേ? എന്റെ അതേ ആന്റിജൻ ഉള്ളവർക്ക് ബ്ലഡ് കൊടുക്കാം. ഇനി ആന്റിജന്റെ കോളത്തിലേക്ക് ഒന്ന് നോക്കാട്ടോ. എന്റെ അതേ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ഏക്കാർക്ക് കൊടുക്കാലോ. ആന്റിജൻ ഏക്കാർക്ക് ആന്റിജൻ എ ഇല്ലേ? അപ്പൊ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏക്കാർക്കും കൊടുക്കാം. പിന്നെ എന്റെ ആന്റിജൻ എ ഉള്ളത് പിന്നെ ഏത് ഗ്രൂപ്പിനാ നോക്കിയേ? ഗ്രൂപ്പ് അല്ലേ? ആന്റിജൻ എയും ആന്റിജൻ ബിയും ഉള്ള ഗ്രൂപ്പാണ് എ ബി. അപ്പൊ എനിക്ക് ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാൻ പറ്റും? എന്റെ ആന്റിജൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏക്കാർക്കും കൊടുക്കാം. ഇനി പിന്നെ ആന്റിജൻ എ വന്നത് ഏത് ഗ്രൂപ്പിനാണ്? എ ബി ഗ്രൂപ്പുകാർക്കല്ലേ വരുന്നത്. അപ്പൊ എ ബിക്കാർക്കും കൊടുക്കാം. അപ്പൊ എനിക്ക് എക്കാർക്കും കൊടുക്കാം, എ ബിക്കാർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ, എഴുതി വെക്കാട്ടോ. എ കോമ എ ബി. അപ്പൊ എ ഗ്രൂപ്പുകാർക്കും കൊടുക്കാം, എ ബി ഗ്രൂപ്പുകാർക്കും കൊടുക്കാം. ഇനി നെക്സ്റ്റ് അപർണ. അപർണയ്ക്ക് അപ്പൊ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? അപർണയുടെ ഗ്രൂപ്പ് ബി ആണ്. അപ്പൊ ആന്റിജൻ ബി ഉണ്ട് അപർണയ്ക്ക്. അപ്പൊ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? ബി ഗ്രൂപ്പിനും എ ബി ഗ്രൂപ്പിനും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ പെട്ടെന്ന് മനസ്സിലായല്ലോ. ബി ഗ്രൂപ്പിനും കൊടുക്കാം അപർണയ്ക്ക്. അതുപോലെ തന്നെ എ ബി ഗ്രൂപ്പിലും ബി ഉണ്ടല്ലോ, ആന്റിജൻ ബി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതും കൊടുക്കാം. ബിക്കും കൊടുക്കാം, എ ബിക്കും കൊടുക്കാം. എഴുതിക്കോ. ബി കോമ ബി ഗ്രൂപ്പുകാർക്കും കൊടുക്കാം, എ ബി ഗ്രൂപ്പുകാർക്കും കൊടുക്കാം. ഓക്കെ, ഓക്കെ, കഴിഞ്ഞ? നെക്സ്റ്റ് നോക്കിയേ, ഇനി എ ബി ആണ്. എ ബി അശ്വിനി അല്ലേ? നോക്കിയേ അശ്വിനി. ഇനി ആർക്കൊക്കെ അശ്വിനിക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയേ? എ ബി ആണ്. അപ്പൊ അശ്വിനിയുടെ ബ്ലഡില് ആന്റിജൻ എയും ഉണ്ട്, അശ്വിനിക്ക് ആന്റിജൻ ബിയും ഉണ്ട്. അപ്പൊ അശ്വിനിക്ക് ഈ ആന്റിജൻ എയും ആന്റിജൻ ബിയും ഉള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഏത് ഗ്രൂപ്പാ? എ ബി. അപ്പൊ അശ്വിനിക്ക് ആർക്കാ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ? എ ബിക്കാർക്ക് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു ഗ്രൂപ്പിനും അശ്വിനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, എഴുതിക്കോ. എ ബി. ഇനി നെക്സ്റ്റ് നോക്കാം. ഫാൻസി ശ്രദ്ധിച്ചോ? ഓ ഗ്രൂപ്പാണ്. അപ്പൊ ഓ ഗ്രൂപ്പ് ആർക്ക് ആന്റിജൻ ഇല്ല. അപ്പൊ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? ആർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. ആർക്കും കൊടുക്കാൻ പറ്റൂലേ? ആന്റിജൻ ഇല്ലല്ലോ. ആന്റിജൻ ഇല്ല. ഓക്കെ, അശ്വിനിക്ക് അപ്പൊ ഈ സെയിം ആന്റിജനും ആന്റിബോഡിയും തമ്മിൽ വരൂല്ലല്ലോ. സെയിം ആന്റിജനും സെയിം ആന്റിബോഡിയും വന്നാൽ മാത്രല്ലേ കുഴപ്പം വരുള്ളൂ. അപ്പൊ നോക്കിയേ,
എല്ലാവർക്കും കൊടുക്കാം. അശ്വിനിക്ക് എ ഗ്രൂപ്പിന് കൊടുക്കാം, അശ്വിനിക്ക് ബി ഗ്രുപ്പിന് കൊടുക്കാം, അല്ല ഫ്രാൻസിക്ക് ബി ഗ്രൂപ്പിന് കൊടുക്കാം, എ ബി ഗ്രൂപ്പിന് കൊടുക്കാം, ഒ ഗ്രൂപ്പിനും കൊടുക്കാം. എല്ലാവർക്കും കൊടുക്കാം, പേടിക്കണ്ട കേട്ടോ. ബ്ലഡ് എല്ലാ ഗ്രൂപ്പിനും കൊടുക്കാവുന്ന ഗ്രൂപ്പാണ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും കൊടുക്കാം. എന്ന് വെച്ചാൽ അശ്വിനിക്ക് ആന്റിജൻ ഇല്ല, അപ്പൊ അതുകൊണ്ട് ആന്റിബോഡി ഏതായാലും കുഴപ്പമില്ലല്ലോ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആന്റിജനും സെയിം ആന്റിബോഡി വരാതിരുന്നാ മതി. അപ്പൊ നമ്മുടെ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും അപ്പൊ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ഓ ഗ്രൂപ്പ്. എക്സാമിന് ചോദിക്കൂ കേട്ടോ. യൂണിവേഴ്സൽ ഡോണർ, സാർവത്രിക ദാതാക്കൾ, എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഓ ഗ്രൂപ്പ്. അവർക്ക് എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാം. ഇനി ഇവിടെ നോക്കാം, റെസിപ്പിയന്റ് നോക്കാം കേട്ടോ. അടുത്ത അപ്പൊ ആ കോളം കഴിഞ്ഞില്ലേ? ഇനി നെക്സ്റ്റ് കോളത്തിലേക്ക് വരാം. ഇനി റിസീവ് ചെയ്യാൻ, ഇനി ആർക്കൊക്കെ ബ്ലഡ് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും? ഇനി അതാ നമ്മൾ നോക്കേണ്ടത്. ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും? ആദ്യം ഞാൻ പറയാനുണ്ട്, എ ആണല്ലോ. അപ്പൊ എനിക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മൾ ഒരാളിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം എന്താണ്, എന്റെ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് എനിക്ക് ബ്ലഡ് വാങ്ങാം. അപ്പൊ നോക്കാം, നമ്മുടെ ഗ്രൂപ്പ് ഏതാന്ന് നോക്കാം, ആന്റിജൻ ഏതാന്ന് നോക്കാം. അപ്പൊ എന്റെ ആന്റിജൻ ഉള്ളവരിൽ നിന്നും എനിക്ക് ബ്ലഡ് വാങ്ങാം. പിന്നെ ഒരു ഇതും കൂടി ഉണ്ട്, ഒരു ചാൻസും കൂടി ഉണ്ട്, ആന്റിജൻ ഇല്ലാത്ത ബ്ലഡും വാങ്ങാം. അപ്പൊ കുഴപ്പമില്ലല്ലോ, ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് വാങ്ങിയാലും നമ്മുടെ ശരീരത്തിലെ ആന്റിബോഡി ആയിട്ട് സെയിം വരൂല്ലല്ലോ. അപ്പൊ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പും വാങ്ങാം. അതൊന്ന് എഴുതി വെച്ചേ. നമ്മള് ഒരാളിൽ നിന്ന് നിങ്ങളുടെ രീതിക്ക് എഴുതിക്കോട്ടോ. ബ്ലഡ് വാങ്ങുമ്പോൾ, നമ്മൾ ബ്ലഡ് റിസീവ് ചെയ്യുമ്പോൾ, നമ്മൾ മേടിക്കുമ്പോൾ, ഒരാളിൽ നിന്ന് ബ്ലഡ് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ ആന്റിജൻ ഉള്ളവരിൽ നിന്നും വാങ്ങാം. നമ്മുടെ ആന്റിജൻ ഉള്ളവരിൽ നിന്നും വാങ്ങാം. നമ്മുടെ ആന്റിജൻ ഉള്ളവരിൽ നിന്നും നമുക്ക് വാങ്ങാം. പിന്നെ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡും വാങ്ങാം. ആന്റിജൻ ഇല്ല എന്ന് പറയുമ്പോ ഏതാണ്? ഓ ഗ്രൂപ്പ് ആരിൽ നിന്ന് വാങ്ങാം. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് വാങ്ങാം. അത് രണ്ടും നോക്കിയാൽ മതി. അപ്പൊ ഇനി നമുക്ക് ടേബിളിലേക്ക് വന്നേ. എഴുതി കഴിഞ്ഞില്ല? അതൊന്ന് നോട്ട് ചെയ്തില്ലേ? അപ്പൊ എ ആണ് എന്റെ ഗ്രൂപ്പ്. ഞാൻ ആദ്യം പറയാം. നെക്സ്റ്റ് അപർണ പറയണം, അശ്വിനി പറയണം. അല്ല, ജലജ പറഞ്ഞാൽ മതി. ആദ്യത്തെ അശ്വിനി അല്ലേ പറഞ്ഞത്, പിന്നെ ഫ്രാൻസ് പറയണം കേട്ടോ. അപ്പൊ എന്റെ ഗ്രൂപ്പ് എ ആണ്. അപ്പൊ എനിക്ക് ആരിൽ നിന്ന് വാങ്ങാം? എന്റെ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് വാങ്ങാം. എയിൽ നിന്ന് വാങ്ങാലോ, എന്റെ ആന്റിജൻ ഉണ്ടല്ലോ അവിടെ. എയിൽ നിന്ന് വാങ്ങാം. പിന്നെ എ ബിന്ന് വാങ്ങാൻ പറ്റുമോ? ബി ഉണ്ട് അല്ലെ, അവിടെ ബി ഉണ്ട്. അപ്പൊ എന്റെ ആന്റിബോഡി ബി ആണ്. ഞാൻ വാങ്ങുമ്പോ എ ബി കാർക്കടെ മേടിച്ചു കഴിഞ്ഞാലും അവർക്കടെ എന്താ സെയിം ഇത് വരാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എ ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാം. പിന്നെ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡും വാങ്ങാം. ഏതാ? ഓയിൽ നിന്നും വാങ്ങാം. ഓ ഗ്രൂപ്പ് ആർക്കടെയും എനിക്ക് മേടിക്കാൻ പറ്റും, എ ഗ്രൂപ്പ് ആർക്കടെയും മേടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? എന്റെ ആന്റിജൻ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പിൽ നിന്നും വാങ്ങാം. അപർണ, അപ്പൊ ബിക്കാർക്ക് അപർണയ്ക്ക് ആരിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റും? ബി ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാം, ഓ ഗ്രൂപ്പിൽ നിന്ന്. ഓക്കെ, വെരി ഗുഡ്. ബി ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാം. പിന്നെ ആന്റിജൻ ഇല്ലാത്തത് ഓ ഗ്രൂപ്പിൽ നിന്നും വാങ്ങാം. ഇനി നെക്സ്റ്റ് നോക്കാം, എ ബിക്കാരാണ് എ ബി ഗ്രൂപ്പ്. അപ്പൊ അവർക്ക് ആന്റിജൻ രണ്ടും ഉണ്ട് കേട്ടോ, എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പൊ നമുക്ക് അവർക്ക് ആരിൽ നിന്നൊക്കെ വാങ്ങാം? ആന്റിജൻ സെയിം ഉള്ളത് വാങ്ങാലോ. എയിൽ നിന്ന് വാങ്ങാം, ബിയിൽ നിന്ന് വാങ്ങാം, ബിയിൽ നിന്ന് വാങ്ങാം, എ ബിയിൽ നിന്ന് വാങ്ങാം, ആന്റിജൻ ഇല്ലാത്തത് വാങ്ങാം, ഓയിൽ നിന്ന് വാങ്ങാം. അപ്പൊ എല്ലാവരിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ്. അപ്പൊ അശ്വിനിക്ക് എല്ലാവർക്കുടെയും ബ്ലഡ് വാങ്ങാം.
എല്ലാ ഗ്രൂപ്പുകാർക്കിടെയും ബ്ലഡ് വാങ്ങാൻ പറ്റും. എല്ലാവരിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പാണ് AB. അതുകൊണ്ട് AB ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്നറിയപ്പെടുന്നു. അപ്പൊ ചോദിക്കും, യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പാ? AB ഗ്രൂപ്പ്. ഓക്കെ, AB ഗ്രൂപ്പ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ് RECIPIENTS യൂണിവേഴ്സൽ റിസിപ്പിയന്റ്. ഫ്രാൻസിയുടെ ഇത് മ്യൂട്ട് ചെയ്ത് വെച്ചേ. ഓക്കെ, യൂണിവേഴ്സൽ റിസിപ്പിയന്റ് RECIPIENTS റിസിപ്പിയന്റ്. യൂണിവേഴ്സൽ ഡോണർ ഏത് ഗ്രൂപ്പ് ആയിരുന്നു? യൂണിവേഴ്സൽ ഡോണർ യൂണിവേഴ്സൽ റിസിപ്പിയന്റ് ഏത് ഗ്രൂപ്പാ? AB ഗ്രൂപ്പ്. ഇനി നോക്കിയേ, അപ്പൊ O ഗ്രൂപ്പാണ്. O ഗ്രൂപ്പുകാർക്ക് എന്ന് വെച്ചാൽ ആന്റിജൻ ഇല്ല അല്ലെ? ആന്റിജൻ ഇല്ല. അവർക്കുടെ ശരീരത്തില് ആന്റിബോഡി പക്ഷെ Aയും Bയും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അവർക്ക് ആരിൽ നിന്നൊക്കെ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും? A ഗ്രൂപ്പിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ അവിടെ ആന്റിജൻ Aയും ആന്റിബോഡി Aയും തമ്മിൽ പ്രവർത്തിക്കൂലേ? സെയിം വരാൻ പാടില്ല. B ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റുമോ? അവിടെ ആന്റിജൻ B ഉണ്ട്, ഇവിടെ ആന്റിബോഡി B ഉണ്ട്. രണ്ടും സെയിം വരാൻ പാടില്ല. ഒരേ ആന്റിബോഡി വരാൻ പാടില്ല. പിന്നെ AB കാരിൽ നിന്നും പറ്റില്ല. അപ്പൊ അവർക്ക് O ഗ്രൂപ്പുകാർക്കുടെ മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. O ഗ്രൂപ്പുകാർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത് O ഗ്രൂപ്പിന്റെ മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ടേബിൾ ഫിനിഷ് ആയോ? ഓക്കെ, അപ്പൊ A ഗ്രൂപ്പിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന A ഗ്രൂപ്പ് AB. AB. B ഗ്രൂപ്പുകാർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന Bക്കും AB. AB ഗ്രൂപ്പുകാർക്ക് AB ഗ്രൂപ്പിന് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. O ഗ്രൂപ്പിന് എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാം. യൂണിവേഴ്സൽ ഡോണേഴ്സ് ആണ്. എല്ലാ ഗ്രൂപ്പുകാർക്കും ബ്ലഡ് കൊടുക്കാം. ഇനി നോക്കിയാൽ റിസിപ്പിയന്റ് നോക്കിയ A ഗ്രൂപ്പുകാരിൽ നിന്നും വാങ്ങാം, O ഗ്രൂപ്പുകാരിൽ നിന്നും റിസീവ് ചെയ്യാം. B ഗ്രൂപ്പുകാരിൽ നിന്നും റിസീവ് ചെയ്യാം, O ഗ്രൂപ്പുകാരിൽ നിന്നും റിസീവ് ചെയ്യാം. AB ഗ്രൂപ്പിനാണെങ്കിൽ എല്ലാ ഗ്രൂപ്പുകാരിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാം. യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പാണ് AB. ഇനി O ഗ്രൂപ്പുകാർക്കോ? O ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയല്ലോ? അത് ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ നമ്മള് ടെസ്റ്റ് ചെയ്യുമ്പോൾ ABO ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പ് നോക്കും. അപ്പൊ നമ്മള് 4 ഗ്രൂപ്പ് പറഞ്ഞു. ഓരോരുത്തർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ്, ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ ഗ്രൂപ്പാന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത സെക്കൻഡ് നോക്കിയേ. ഇനി RH ടൈപ്പിംഗ് ആണ്. നമ്മൾ പറയൂല ബ്ലഡ് പറയുമ്പോ, ഇപ്പൊ പറഞ്ഞില്ലേ B പോസിറ്റീവ് എന്ന് പറഞ്ഞു, AB പോസിറ്റീവ് പറഞ്ഞു, O പോസിറ്റീവ് പറഞ്ഞു, എന്റെ A പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ അത് RH ടൈപ്പിംഗ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇനി നമ്മൾ ഗ്രൂപ്പ് നോക്കിയിട്ട് പിന്നെ അടുത്തത് നോക്കേണ്ടത് ഏതാണ്? RH ടൈപ്പിംഗ് ആണ്. RH പോസിറ്റീവ് ആണോ, RH നെഗറ്റീവ് ആണോ എന്നുള്ളത് നോക്കണം. മനസ്സിലായോ? RH ടൈപ്പിംഗ് RH പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന്. അത് എന്താന്ന് വെച്ചാൽ ഈ RH ഫാക്ടർ നമ്മുടെ ഈ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിശ്ചയിക്കുന്ന വസ്തു ഏതാണ്? RH ഫാക്ടർ ആണ്. അതെന്താന്ന് വെച്ചാൽ നമ്മള് നേരത്തെ ഇതൊരു ഒരു റീസസ് എന്ന് പറഞ്ഞ ഒരു കുരങ്ങ്, RHESUS ആട്ടോ, റീസസ് സ്പെല്ലിങ്. ആ ഒരു കുരങ്ങിന്റെ ബ്ലഡ് നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു പ്രോട്ടീന്റെ ഒരു പ്രസൻസ് കണ്ടെത്തി. അപ്പൊ ആ പ്രോട്ടീൻ കുറച്ച് കുരങ്ങുകളിൽ, ആ റീസസ് കുരങ്ങുകൾ നോക്കിയപ്പോ പ്രോട്ടീന്റെ സാന്നിധ്യം കണ്ടെത്തി. അപ്പൊ അതിനെ റീസസ് എന്ന് പറഞ്ഞ ആ കുരങ്ങിന്റെ പേര് റീസസിൽ നിന്ന് അതിന്റെ ആദ്യത്തെ ലെറ്റേഴ്സ് വെച്ചിട്ട് RH പോസിറ്റീവ് എന്ന് പറഞ്ഞു. ഇനി ചിലരിൽ നോക്കിയപ്പോ, ചില കുരങ്ങുകൾ നോക്കിയപ്പോ പ്രോട്ടീന്റെ പ്രസൻസ് ഇല്ല, പ്രോട്ടീൻ ഇല്ല. അപ്പൊ അതില്ലാത്തത് അത് RH നെഗറ്റീവ് എന്നും അറിഞ്ഞു. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത് RH ഫാക്ടർ ആണ്. അപ്പൊ RH ഫാക്ടർ ഉണ്ടെങ്കിൽ, RH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, RH ഫാക്ടർ ഉണ്ടെങ്കിൽ RH പോസിറ്റീവ്,
RH ഫാക്ടർ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് RH നെഗറ്റീവും ആണ്. മനസ്സിലായോ? അപ്പൊ പ്രസൻസ് ഓഫ് RH ഫാക്ടർ, ഒരാളുടെ ബ്ലഡിൽ RH ഫാക്ടർ ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ബ്ലഡ് എന്നും പോസിറ്റീവ് ഗ്രൂപ്പ് എന്നും, RH ഫാക്ടർ ഇല്ലാത്തത് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊക്കെ RH ഫാക്ടർ ഉണ്ട് കേട്ടോ. അതാണ് നമ്മൾ എല്ലാവരും പോസിറ്റീവ് ഗ്രൂപ്പ് ആയത്. RH ഫാക്ടർ ഉള്ളത് വരുന്നതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവും നമ്മൾ RH പോസിറ്റീവ് ഗ്രൂപ്പ് ആയത്. അപ്പോൾ RH ഗ്രൂപ്പിന്റെ പ്രസൻസ് ആണ്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇവിടെ കണ്ടോ RH ടൈപ്പിംഗ്. ഇവിടെ ഇത് നോക്കിയേ, രണ്ടാമത്തെ ഇത് RH ടൈപ്പിംഗ് നമ്മൾ നോക്കും. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കും. ഇനി അടുത്ത നെക്സ്റ്റ് നോക്കിയേ നമ്മള്. പിന്നെ അടുത്തത് മൂന്നാമത്തെ. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് പറഞ്ഞല്ലോ, 4 ഗ്രൂപ്പ് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് ടൈപ്പ് നോക്കും. പിന്നെ അടുത്തത് RH ടൈപ്പിംഗ് നോക്കും. RH പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നും ബ്ലഡ് ബാങ്കിൽ ടെസ്റ്റ് ചെയ്യും. പിന്നെ അടുത്ത് നോക്കാം, മൂന്നാമത്തെ ഏതാ? സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് ദാറ്റ് മേ കോസ് കോംപ്ലിക്കേഷൻ ഇൻ ദ റെസിപ്പിയന്റ്, ദാറ്റ് ഈസ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ്. അവിടെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് നോക്കും. എന്ന് വെച്ചാൽ എന്താണ്? നമ്മള് ഈ സ്ക്രീനിങ് ടെസ്റ്റ് നോക്കും. സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ, എനി അൺഎക്സ്പെക്റ്റഡ്, നമുക്ക് പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് ഉണ്ടോ? ദാറ്റ് മേ കോസ് ദ കോംപ്ലിക്കേഷൻ ഇൻ റെസിപ്പിയന്റ്. അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന തരത്തില് എന്തെങ്കിലും റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ്, അപ്രതീക്ഷിതമായിട്ടുള്ള ആന്റിബോഡി സെൽസ് അയാളുടെ ബ്ലഡിലുണ്ടോ എന്നുള്ളതും നോക്കും. ഈ ബ്ലഡ് ബാങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന ഈ ടെസ്റ്റുകളാണ് കേട്ടോ അവിടെ പറയുന്നത്. ABO ഗ്രൂപ്പ് പറഞ്ഞു, ആദ്യം ഗ്രൂപ്പ് നോക്കും. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് നോക്കി കഴിഞ്ഞിട്ട് RH പോസിറ്റീവ് ആണോ, വീണ്ടും അത് നെഗറ്റീവ് ആണോ നോക്കും. ഇപ്പൊ എ ഗ്രൂപ്പ് ആണെങ്കിൽ A പോസിറ്റീവ് ആണോ A നെഗറ്റീവ് ആണോ നോക്കും. B ആണെങ്കിൽ B പോസിറ്റീവ് ആണോ B നെഗറ്റീവ് ആണോ നോക്കും. പിന്നെ മൂന്നാമത്തെ എന്താണ്? സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് that may cause complication in the recipient. റെസിപ്പിയന്റ് റിസീവ് ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് അവർക്കിടെ ബ്ലഡിലുണ്ടോ എന്നുള്ളതും നോക്കും. ദാറ്റ് ഈസ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ്. ട്രാൻസ്ഫ്യൂഷൻ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് കൊടുക്കുന്നതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് നോക്കും. ഇനി അടുത്തതാണ് സ്ക്രീനിങ് ഫോർ എനി കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻ. എന്തെങ്കിലും പാസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും മുന്നേ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, HIV AIDS പോലുള്ള ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കും. ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് HIV ഒക്കെ ഉണ്ടെങ്കിൽ അയാൾക്കടെ ബ്ലഡ് എടുത്താൽ പിന്നെ ബ്ലഡ് റിസീവ് ചെയ്യുന്ന ആൾക്കും അസുഖം വരൂലേ? ഹെപ്പറ്റൈറ്റിസ്, HIV പോലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ, പാസ്റ്റ് ഇൻഫെക്ഷൻ, അതിന് മുന്നേ ആ ബ്ലഡ് അയാൾക്ക് എന്തെങ്കിലും മുന്നേ ഇൻഫെക്ഷൻ ഉള്ള ആളാണോ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കും. അത് ഏതൊക്കെ ടെസ്റ്റുകളാണ് അവിടെ പറയുന്നത്? ഹെപ്പറ്റൈറ്റിസ് വൈറസ് B and C. ഏതൊക്കെയാണ്? എത്ര തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ടെന്ന് അറിയോ? ഹെപ്പറ്റൈറ്റിസ് എന്താ? ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് കരൾ വീക്കം അല്ലെ? ഹെപ്പറ്റൈറ്റിസ് കരൾ വീക്കം, കരളിലെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന വീക്കമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ്. ഇനി ഇവിടെ കരളിലെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന വീക്കമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഈസ് ആൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ. ലിവറിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബൾജിങ്, വീങ്ങിയിരിക്കുക, വീർത്തിരിക്കുന്ന ഒരവസ്ഥ. ആൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ, അതാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്.
കരളിലെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വീക്കം. സാധാരണയായിട്ട് 5 തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ആണുള്ളത്. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി, ഹെപ്പറ്റൈറ്റിസ് ഇ. അങ്ങനെ 5 തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ആണുള്ളത്. അതില് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഈ ബോഡി ഫ്ലൂയിഡിൽ കൂടെയാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ബാക്കിയൊക്കെ ഈ കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടർ ഒക്കെ വഴി പകരുകയാണ് മറ്റുള്ള ഹെപ്പറ്റൈറ്റിസ്. ഇവിടെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ബോഡി ഫ്ലൂയിഡിൽ കൂടെ, ബ്ലഡിൽ കൂടെ ഒക്കെയാണ് പകരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയുടെയും പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കും. ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഈ സ്ക്രീനിങ് ടെസ്റ്റ് നമ്മൾ പാസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കുമ്പോ ഏതാ നോക്കുന്നത്? ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയും ഉണ്ടോ, ഹെപ്പറ്റൈറ്റിസ് ബിയോ ഹെപ്പറ്റൈറ്റിസ് സിയോ ഉണ്ടോ എന്ന് നോക്കും. എന്തുകൊണ്ടാണ്? അത് രണ്ടും ബോഡി ഫ്ലൂയിഡിൽ കൂടെയാണ് പകരുന്നത്. ബാക്കിയൊക്കെ കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടറിൽ കൂടെ, മലിനമായുള്ള ജലത്തിൽ കൂടെ, ഫുഡിൽ കൂടെയാണ് ബാക്കിയുള്ള ഹെപ്പറ്റൈറ്റിസ് പകരുന്നത്. ഇവിടെ ബിയും സിയും ബോഡി ഫ്ലൂയിഡിൽ കൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഉണ്ടോ എന്ന് നോക്കും. പിന്നെ നെക്സ്റ്റ് ആണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഏത് ഇതിന് കാരണമാകുന്ന ഈ വൈറസ് ഏത് അസുഖം ഉണ്ടാക്കുന്നേ? എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ആണ് HIV അല്ലെ? ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് HIV. അപ്പൊ HIV വൈറസ് ഉണ്ടോ, അദ്ദേഹത്തിന് അയാൾക്കുടെ ബ്ലഡ് നോക്കുമ്പോ എന്താണ് HIV വൈറസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. ഓക്കെ, അപ്പൊ ഇത് HIV ഉണ്ടെങ്കിലും അത് ആ ബ്ലഡ് മേടിക്കുന്ന ആൾക്കും എന്താ ആ ബ്ലഡ് റിസീവ് ചെയ്യുന്ന ആൾക്കും ആ HIV വരും, എയ്ഡ്സ് വരും. അപ്പൊ അതുകൊണ്ട് HIV വൈറസ് ഉണ്ടോ എന്ന് നോക്കും. പിന്നെ അടുത്തത് മൂന്നാമത്തെയാണ് ട്രിപ്പോണിമ പാലിഡം. സിഫിലസ് എന്ന് പറയും, പറങ്കിപ്പുള്ള് മലയാളത്തില്. സിഫിലസ്, ട്രിപ്പോണിമ പാലിഡം. സിഫിലസ് എന്ന് പറയുന്നത് ഇസ് ആൻ ഇൻഫെക്ഷസ് ബാക്ടീരിയൽ ഡിസീസസ് ഈസ് കോസ്ഡ് ബൈ ദ ട്രിപ്പോണിമ പാലിഡം എന്ന് പറഞ്ഞ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് സിഫിലസ്, പറങ്കിപ്പുണ്ണ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ബാക്ടീരിയ ഉണ്ടോ എന്നുള്ളത് നോക്കും. ഇൻഫെക്ഷസ് ബാക്ടീരിയൽ ഡിസീസ് ആണ് സിഫിലസ് എന്ന് പറയുന്നത്. ഇതിന്റെ കാരണമായിട്ടുള്ള ബാക്ടീരിയ ആണ് ട്രിപ്പോണിമ പാലിഡം. ആ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് സിഫിലസ്, അല്ലെങ്കിൽ പറങ്കിപ്പുണ്ണ് എന്ന് പറയും, മലയാളത്തിൽ പറങ്കിപ്പുണ്ണ്. ഇത്രയും ഡിസീസുകൾ ഉണ്ടോ എന്നുള്ളതും നോക്കും. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഇതാ നോക്കുന്നത്? ബ്ലഡ് നമ്മള് കൊടുക്കുമ്പോഴ് ബ്ലഡ് ബാങ്കില് ബ്ലഡ് നമ്മൾ മേടിക്കുമ്പോൾ ഏതൊക്കെ ടെസ്റ്റുകൾ നടത്താൻ ബ്ലഡ് ബാങ്കിൽ നടത്തുന്ന ടെസ്റ്റുകൾ ഈ പറയുന്നത് കേട്ടോ. അതിന് നാലാമത്തെ പറഞ്ഞു. നാലാമത്തെ എന്താ ടെസ്റ്റ് ചെയ്യുന്നവര്? ഫാസ്റ്റ്, ഇതിന് മുന്നേ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അത് ഏതൊക്കെ ടെസ്റ്റുകളാണ് നടത്തുന്നത്? ഏതൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടോന്നാ നോക്കുന്നേ? ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി ആൻഡ് സി ഉണ്ടോന്ന് നോക്കും. പിന്നെ അടുത്ത ഇതൊരു ബാക്ടീരിയ ആണ് കേട്ടോ, ബാക്ടീരിയ ആണ്. സിഫിലസ് എന്ന് പറഞ്ഞ രോഗത്തിന് കാരണമാകുന്ന ഒരു ബാക്ടീരിയ ആണ് ട്രിപ്പോണിമ പാലിഡം. ഓക്കെ, ഇപ്പൊ കുറച്ച് എത്തിയിട്ടുള്ളൂ അല്ലെ? നമ്മള് ലൊക്കേഷന്റെ ബാക്കിത്തെ 2 പോയിന്റും പറഞ്ഞു. പിന്നെ എന്താണ്? ഓർഗാനോഗ്രാം, ഇത് നോക്കണം കേട്ടോ. ഓർഗാനോഗ്രാം പറഞ്ഞു. പിന്നെ ബ്ലഡ് ബാങ്കിലോ നടത്തുന്ന ടെസ്റ്റുകളും ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഏതൊക്കെ ടെസ്റ്റുകളാണ്? ABO ഗ്രൂപ്പ് നോക്കും. പിന്നെ അടുത്തത് ഗ്രൂപ്പ് മാത്രം നോക്കിയാൽ പോരാ, RH പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നോക്കും. പിന്നെ അപ്രത്യക്ഷമായിട്ടുള്ള എന്തെങ്കിലും RBC ആന്റിബോഡി സെൽസ് അവരുടെ ബ്ലഡിലുണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് സ്ക്രീനിങ് ഓഫ് പാസ്റ്റ് ഇൻഫെക്ഷൻ. അതിന് മുന്നേ ആ ആൾക്ക് എന്താണ് എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ, ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നോക്കും. അത് നോക്കുന്നത് ഏതൊക്കെ ഇൻഫെക്ഷൻ ആണ്? ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയും. അത് ഏതിൽ കൂടെയാണ്? ബോഡി ഫ്ലൂയിഡിൽ കൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഉണ്ടോ എന്നുള്ളത് നോക്കും. HIV വൈറസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. ട്രിപ്പോണിമ പാലിഡം എന്ന് പറഞ്ഞ വൈറസ് സിഫിലസിന് കാരണമാകുന്ന വൈറസ് ആണ്, ഇത് ഉണ്ടോ എന്നും കൂടി നോക്കാം. ഓക്കെ, എന്നാ ഇന്ന് ഇപ്പൊ ഇത്രയും മതി. നമുക്ക് സമയം ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാറായില്ലേ? വൈൻഡ് അപ്പ് ചെയ്യാറായോ? 2:30 ആയില്ലേ? ഓക്കെ, ആരും ഒരു റെസ്പോണ്ട് ചെയ്യുന്നില്ല, അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ ബാക്കിത്തെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നാളെ ഉണ്ടല്ലോ, നാളെ നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയൊന്ന് നോക്കാം. ഓക്കെ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ? എന്തെങ്കിലും സംശയം ഉണ്ടോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ,
Okay, thank you. Thank you. Thank you, ma'am. Thank you, ma'am.